അലകൾ പോലെ അലലാലകൾ അലയ്ക്കുന്നുണ്ട് അലകൾ മീതെ നടന്ന നാഥ അനുഗ്രഹിക്ക എന്നെ. 1911 കൊച്ചി അതിൻ്റെ വലിയ കുതിപ്പുകൾക്കായി ഊർജം സംഭരിക്കുന്ന നാളുകൾ. എറണാകുളം, മട്ടാഞ്ചേരി, ബ്രിട്ടീഷ് കൊച്ചി എന്ന ഫോർട്ട് കൊച്ചി. ചീനവലകൾ നിരന്ന ഫോർട്ട് കൊച്ചി തീരം അഴിമുഖത്തേക്കാണ് ഉറ്റുനോക്കുന്നത്. എതിരെ അക്കരെ വൈപ്പിൻ തൊട്ട് പള്ളിപ്പുറം മുനമ്പം വരെ നീണ്ട് ഒരു ദ്വീപ്. ദ്വീപിന് ഒരു വശത്ത് കടൽ, മറുവശത്ത് കായൽ. ദ്വീപിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ. അതിലൊന്ന് നായരമ്പലം. തെങ്ങിൻ തോപ്പുകളും ഇടത്തോടുകളും. വാടയിൽ അറക്കൽ തറവാട് അവിടെയാണ്. ലിഗോരിയുടെയും മറിയത്തിൻ്റെയും 4 മക്കളിൽ മൂത്തവനായി യാക്കോ എന്ന ഓമനപ്പേരുള്ള അറക്കൽ ലിഗോരി ജേക്കബ്, AL ജേക്കബ് 1911 ഏപ്രിൽ 19 ജനിച്ചു. സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും 10ാം ക്ലാസ് പാസ്സായി ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും അഭ്യസിച്ചു. ഒരവസരം വന്നത് കൽക്കത്തയിലെ ഒരു വിദേശിയുടെ ഓഫീസിൽ നിന്ന്. അപ്പനെയും അമ്മയെയും ഉറ്റവരെയും വിട്ട് മലയാളക്കര കടന്ന് ജീവിതം തേടി ഒരു യാത്ര. കായൽ കടന്ന് എറണാകുളത്ത് നിന്നും ട്രെയിൻ കയറി ജേക്കബ് കൽക്കത്തയിലേക്ക് യാത്ര പുറപ്പെട്ടു. മദിരാശിയിലെത്തി അവിടെ നിന്നും വണ്ടി മാറിക്കയറി വേണം യാത്ര. 2, 3, ചിലപ്പോൾ 4 ദിവസങ്ങളെടുക്കുന്ന ദീർഘമായ യാത്ര. അവിടെ ജോലിയിൽ പ്രവേശിച്ചു. ആയിരത്തി 1930കളുടെ തുടക്കമാണ്. ദേശീയ സമരത്തിന്റെ ജ്വാലകൾ എങ്ങും കത്തിപ്പടരുന്നു. കൽക്കത്തയിൽ ചൗരംഗി മൈതാനത്തും മറ്റെല്ലായിടങ്ങളിലും സമരത്തിന് ആവേശം പകർന്നുകൊണ്ട് നെഹ്റുവും പട്ടേലും നേതാജി സുഭാഷ് ചന്ദ്രബോസും മഹാകവി രവീന്ദ്രനാഥ ടാഗോറും നടത്തുന്ന പ്രഭാഷണങ്ങൾ. യൗവനത്തിന്റെ പടവിലെത്തി നിൽക്കുന്ന ജേക്കബിനെ ആ തരംഗം ആവാഹിച്ച് സമരമുഖത്തെത്തിച്ചു. നേതാജിയുടെ രക്തം തിളപ്പിക്കുന്ന ഉശിരൻ പ്രഭാഷണങ്ങൾ ജേക്കബിനെ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയാക്കി. 1934 നെയ്യാറ്റിൻകരയിൽ ഒരു വെടിവെപ്പ് നടന്നു. സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരാൾ രക്തസാക്ഷിയായി. പത്രദ്വാര വിവരമറിയുന്ന ജേക്കബ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൽക്കത്തയിൽ ഒരു വഴിയോര യോഗം വിളിച്ചുകൂട്ടി. അന്ന് ജേക്കബിന് 23 വയസ്സ്. ആവേശോദ്ദീപകമായിരുന്നു കന്നിപ്രസംഗം. അതൊരു തുടക്കമായി. ആയിരത്തി 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ ജേക്കബ് സജീവ പങ്കാളിയായി ജയിൽവാസം അനുഷ്ഠിച്ചു. വിദേശിയുടെ ഓഫീസിലെ ജോലി വിട്ട് സ്വന്തമായൊരു ബിസിനസ് അതിനകം ആരംഭിച്ചിരുന്നുവെങ്കിലും ഏറെ വൈകാതെ കൽക്കത്ത ജീവിതം മതിയാക്കി ജേക്കബ് നാട്ടിലേക്ക് മടങ്ങി. കൊച്ചി രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ജേക്കബ് മുന്നണി പോരാളിയായി. 1947 സ്വാതന്ത്ര്യം.
1948 പൊതു തെരഞ്ഞെടുപ്പ്. പ്രജാമണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായി ചേരാനെല്ലൂർ മണ്ഡലത്തിൽ എൽ ജേക്കബ് മത്സരിച്ചു. കളർ കോഡ് അനുസരിച്ചാണ് അന്ന് പോളിംഗ്. ചിഹ്ന സമ്പ്രദായമായിട്ടില്ല. മഞ്ഞപ്പെട്ടിയും പച്ചപ്പെട്ടിയും തമ്മിലായിരുന്നു മത്സരം. പെട്ടിയുടെ നിറം പറഞ്ഞായിരുന്നു വോട്ട് തേടുന്നത്. ജേക്കബിന്റെ മഞ്ഞപ്പെട്ടിയിലായിരുന്നു കൂടുതൽ വോട്ടുകൾ. തികഞ്ഞ അഭിമാനത്തോടെയാണ് തൻ്റെ 37-ാം വയസ്സിൽ ജേക്കബ് കൊച്ചി നിയമസഭയിൽ അംഗമായി അസംബ്ലി മന്ദിരത്തിലെത്തിയത്. ഇന്നത്തെ എറണാകുളം ലോ കോളേജിലെ മെയിൻ ലെക്ചർ ഹാളായിരുന്നു അന്നത്തെ അസംബ്ലി ഹാൾ. 1949-52 വർഷങ്ങളിൽ തിരുക്കൊച്ചി നിയമസഭകളിലേക്കും പിന്നീട് കേരള നിയമസഭയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ചിഹ്ന സമ്പ്രദായത്തിലായിരുന്നു പോളിംഗ്. ജേക്കബ് ചേട്ടൻ, അതായത് എൽ ജേക്കബ്, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് പരിചയപ്പെട്ട കാലം മുതൽ കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾ തമ്മിൽ കടുത്ത മത്സരവും നടത്തിയിട്ടുണ്ട്. ഞാൻ അസംബ്ലിയിലേക്ക് ആദ്യം മത്സരിക്കുന്നത് ജേക്കബ് ചേട്ടനുമായിട്ടാണ്. എറണാകുളം മണ്ഡലത്തിലാണ്. അക്കാലത്താണ് രണ്ടുപേരെ കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായി. രാജനും സലീമും. ഇവിടെ എത്തിയപ്പോൾ ആയിരക്കണക്ക് ആളുകൾ കൂടിയിട്ടുണ്ട്. കൂടിയവർ മുഴുവൻ പറയുന്നത് ഈ പിള്ളേരെ കൊല്ലിച്ചത് ജേക്കബ് ചേട്ടനാണെന്നാണ്. അപ്പോൾ ജേക്കബ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധഗതിക്കാരനായിരുന്നു. ഒരാളും ദുരുദ്ദേശമൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ പറയുക, അങ്ങനെ കണ്ടെത്താനൊന്നും കാണിക്കുന്ന സ്വഭാവക്കാരനുമല്ല. എല്ലാവരോടും വലിയ സ്നേഹത്തിൽ പെരുമാറുന്ന ആളാണ്. കാര്യം ജേക്കബ് ചേട്ടൻ കോൺഗ്രസ്സാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. മരിച്ച പിള്ളേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത ആളാണ്. പക്ഷേ ആ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഗുണ്ടകളെ കൊണ്ട് ഈ പിള്ളേരെ കൊല്ലിക്കാൻ ജേക്കബ് ചേട്ടൻ ഒരിക്കലും തയ്യാറാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഞാൻ അംഗീകരിക്കുന്നത്. അപ്പോൾ ആൾ കുറേ ശാന്ത പിന്നെ മിണ്ടാതൊക്കെ ഇടുന്നു. അതാത് കാലത്ത് കോൺഗ്രസിന് ലഭിച്ച എല്ലാ ചിഹ്നങ്ങളിലും മുഖം വെച്ച കാള, തെങ്ങ്, പശുവും കിടാവും കൈപ്പത്തി മത്സരിക്കുവാനുള്ള യോഗമുണ്ടായി ജേക്കബിന്. അദ്ദേഹവുമായി എനിക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത് എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്ന സമയം മുതലാണ്. അദ്ദേഹം പ്രായം കൊണ്ട് ഞങ്ങളുമായി വളരെ വ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ചെറുപ്പക്കാരോടൊപ്പം, യൂത്ത് കോൺഗ്രസ്സുകാരോടൊപ്പം തമാശ പറഞ്ഞ് പാട്ടുപാടി ഒന്നിച്ച് നീങ്ങുന്ന ഒരു ശൈലിയായിരുന്നു. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആദ്യമായിട്ട് പോകുന്നത് ജേക്കബ് ചേട്ടന് വേണ്ടിയാണ്. നമ്മുടെ പ്രിയങ്കരനായ ജേക്കബ് ചേട്ടൻ നിങ്ങളെ നോക്കി കാണുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനുമായി നമ്മുടെ ജേക്കബ് ചേട്ടൻ ഇതാ എത്തിച്ചേരുകയാണ്. നമ്മുടെ ജേക്കബ് ചേട്ടൻ ഇതാ എത്തിച്ചേരുകയാണ്. ഇന്ത്യയുടെ നെറുകീതികളിൽ നിരരക്തസാക്ഷിത്വം വരിച്ച് അതിനായിരക്കണക്കിന് രക്തസാക്ഷികളുടെ ആത്മാക്കളാണ് അങ്ങയുടെ അങ്ങകളെ കാണുന്ന മലയക്കുന്നിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എറണാകുളം നഗരത്തിൽ വരുന്ന കാലം മുതൽ അദ്ദേഹത്തെ അടുത്ത് ബന്ധപ്പെടാനും അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ ഏറ്റുവാങ്ങാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ വ്യതിരിക്തരാകാൻ പലപ്പോഴും സഹായമായിട്ടുള്ള ഘടകം അദ്ദേഹത്തിൻ്റെ പ്രസാദാത്മകത്വം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. റിക്ഷാ വണ്ടിയിൽ സഞ്ചരിച്ച് ആളുകൾക്കിടയിലേക്ക് ചെന്ന് അവരിൽ ഒരാളായി അവരുടെ ആവശ്യങ്ങൾ ആരാഞ്ഞെത്തുന്ന ഒരു MLA പുതിയ തലമുറയ്ക്ക് ഒരു വിസ്മയമായിരിക്കും. തൻ്റെ 68-ാം വയസ്സിൽ 1979 PK വാസുദേവൻ നായർ മന്ത്രിസഭയിൽ എൽ ജേക്കബ് കൃഷി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി. ദീർഘകാലത്തെ നിയമസഭാ സാമാജികത്വത്തെ ആദരിച്ച് രാഷ്ട്രപതി സെയിൽ സിംഗ് ജേക്കബിന് ബഹുമതി സമ്മാനിച്ചു.
അനർഹമായ ജനക്ഷേമ സേവനങ്ങളുടെ പേരിൽ മാർപ്പാപ്പ അദ്ദേഹത്തെ ബെനവരേന്ത അവാർഡ് നൽകി ബഹുമാനിച്ചു. കേരളത്തിൽ കോൺഗ്രസ് എ ഗ്രൂപ്പ് ആന്റണി പക്ഷമായും ഐ ഗ്രൂപ്പ് കരുണാകര പക്ഷവുമായി ഇടം തിരിഞ്ഞു നിൽക്കുന്ന നാളുകളായിരുന്നു അത്. വാത്സല്യപൂർവ്വം താൻ ഇടപഴകി പോന്ന വയലാർ രവിയോടും ആന്റണിയോടും ഉമ്മൻചാണ്ടിയോടും ഒപ്പമാണ് ജേക്കബ് നിലയുറപ്പിച്ചത്. ജേക്കബ് ചേട്ടൻ പക്കാ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിക്കില്ല. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചത്. ആയിരത്തി 1979 എറണാകുളത്തെ BTH ഓഡിറ്റോറിയത്തിൽ ആന്റണി ഗ്രൂപ്പിന്റെ നിർണായക യോഗം ചേർന്ന് മാർക്സിസ്റ്റ് ചേരിയോട് സഹകരിച്ച് മുൻപോട്ട് പോകുവാൻ തീരുമാനിക്കുമ്പോൾ അതിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ഉറക്കെ പറഞ്ഞ് അദ്ദേഹം യോഗം വിട്ടിറങ്ങിപ്പോയി. അനുനയ ശ്രമങ്ങൾക്ക് ജേക്കബ് വഴങ്ങിയില്ല. എൽ ജേക്കബ് കരുണാകര പക്ഷത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നത് ഇങ്ങനെയാണ്. ജേക്കബേട്ടന് നന്മയുടെ, പുരോഗതിയുടെ, സമാധാനത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുവാൻ വിനയപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു. എൽ ജേക്കബ് ചേട്ടൻ നിയമസഭയിലുള്ള കാലത്ത് തന്നെയാണ് ഞാൻ നിയമസഭാംഗമായത്. 1982 ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി ഞാനും ഏറ്റവും പ്രായം കൂടിയ MLA ആയി അദ്ദേഹവുമായിരുന്നു നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിനും ഞങ്ങൾക്ക് സഹായമായി എറണാകുളത്ത് നിന്ന ഒരു നേതാവാണ്. 1982 എൽ ജേക്കബ് KPCC പ്രസിഡന്റായി. കോൺഗ്രസിനുണ്ടായിരുന്ന ഏക ഭാവമുഖം വീണ്ടെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി നടത്തിയ കരുനീക്കങ്ങൾ വിജയിച്ചു. 1982 എറണാകുളം മറൈൻ ഡ്രൈവിൽ ചേർന്ന മഹാസമ്മേളനത്തിൽ വെച്ച് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒന്നായി. ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. പുനരൈക്യത്തിന് വേണ്ടി ജേക്കബ് നടത്തിയ ശ്രമങ്ങളെ ഇന്ദിരാഗാന്ധി മുക്തകണ്ഠം ശ്ലാഘിച്ചു. 73 വയസ്സിലാണ് കെ കരുണാകരൻ മന്ത്രിസഭയിൽ കാർഷിക മത്സ്യ വിഭവ വകുപ്പുകളുടെ മന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലാണ് മത്സ്യപര്യവേഷണ സർവകലാശാല നാട്ടിൽ ആരംഭിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെ ഒരു എളിമയുള്ള കോൺഗ്രസ് പ്രവർത്തകൻ ഇങ്ങനെ ഒരു സംസ്ഥാനം, അതും കേരളം പോലുള്ള പ്രബുദ്ധമായ സംസ്ഥാനത്ത് കോൺഗ്രസ് അമരക്കാരനായി മാറാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു ഉജ്ജ്വല ഉദാഹരണമായിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണ് തൻ്റെ പൊതുപ്രവർത്തനം കൊണ്ട് അദ്ദേഹം പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒൻപത് വട്ടമാണ് പ്രബുദ്ധമായ കൊച്ചിയിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് പോയിട്ടുള്ളത്. പരാതിക്കും പരിഭവങ്ങൾക്കും ഒന്നും ഇടയില്ലാതെ ഒരു മനുഷ്യൻ അങ്ങനെ 9 തവണ നിയമസഭയിലേക്ക് പോകുക എന്നത് എല്ലാ അർത്ഥത്തിലും ഒരു അത്ഭുതമാണ്. ജേക്കബേട്ടൻ ജിമ്മിന് കൃത്യമായിട്ട് പോകുന്ന ആളാണ്. ലെഫ്റ്റ് സൈഡിൽ വടക്കേ വശമായിട്ടായിരുന്നു അതുണ്ടായിരുന്ന എൻ്റെ ഓർമ്മ. അതൊക്കെ നടത്തുന്ന ആളുമാണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നടത്തുമായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. എറണാകുളം ജിംനേഷ്യത്തിന്റെ വളർച്ചയുടെ പുറകിൽ ജേക്കബിന്റെ സഹായ ഹസ്തങ്ങളാണ് ഉണ്ടായിരുന്നത്.
വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ കേരള ശാഖയുടെ സ്ഥാപകനും ദീർഘകാല സാരഥിയുമായിരുന്നു അദ്ദേഹം. കൊച്ചി കേരള സർവകലാശാലകളുടെ സെനറ്റിലും അദ്ദേഹം അംഗമായി. തൻ്റെ നിയോജകമണ്ഡലത്തെയും തനിക്ക് ചുറ്റുമുള്ള ജനങ്ങളെയും സ്നേഹിക്കുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നേതാവുമാണ് ജേക്കബ് ഏട്ടൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കൊച്ചിയിലെ വിവാഹ ചടങ്ങുകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ കാലത്ത് നിറഞ്ഞു നിന്നത്. അതുപോലെ തന്നെയാണ് മരണച്ചടങ്ങുകൾ. ജേക്കബ് ചേട്ടൻ എത്താത്ത വിവാഹവുമില്ല, ജേക്കബ് ചേട്ടൻ പങ്കെടുക്കാത്ത മരണച്ചടങ്ങുമില്ല എന്ന് കൊച്ചിക്കാർക്ക് പലപ്പോഴും പറയാൻ അദ്ദേഹം സന്ദർഭമുണ്ടാക്കി. എല്ലാവരോടും സമഭാവേന പെരുമാറുന്ന ജേക്കബ് ആർക്കും ഏത് സമയത്തും സഹായാഭ്യർത്ഥനയുമായി കടന്നു വരാവുന്ന ഒരത്താണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി ഫിലോമിന അടുപ്പമുള്ളവർ ചിന്നമ്മയെന്ന് വിളിക്കും. വീട്ടിലെത്തുന്ന എല്ലാവരെയും ബന്ധുക്കളായാണ് കണ്ടിരുന്നത്. അവരെ സൽക്കരിക്കുക, ഊട്ടുക എന്നുള്ളത് അവർ സ്വന്തം ധർമ്മമായി കരുതി പോന്നിരുന്നു. 5 ആൺമക്കളും 3 പെൺമക്കളുമാണ് ഈ ദമ്പതികൾക്ക്. പൊതുജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് തൻ്റെ ഭർത്താവിൻ്റെ ജീവിതമെന്ന് ഭാര്യ തിരിച്ചറിഞ്ഞിരുന്നു. വീട്ടിലുള്ളവർക്ക് ജേക്കബ് പ്രിയങ്കരനായ കുടുംബനാഥനായി, നാട്ടുകാർക്ക് മുഴുവൻ അവരുടെ കാരണവരുമായി. സജീവ രാഷ്ട്രീയം വിട്ടുനിന്ന നാളുകളിലും അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ തിരക്കേറിയവയായിരുന്നു. അദ്ദേഹം എന്നും ആളുകൾക്ക് പ്രിയങ്കരനായ ആശ്രയമായ ജേക്കബ് ഏട്ടനായിരുന്നു. 1995 സെപ്റ്റംബർ മാസം 20 മരണം വന്ന് കവർന്നെടുക്കും വരെ അദ്ദേഹം കൊച്ചിയുടെ സ്പന്ദനങ്ങളെ ദത്തശ്രദ്ധമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന പാലകനും അഭ്യുദയകാംക്ഷിയും പങ്കാളിയുമായിരുന്നു. കൊച്ചിയിലെ ഒരു ദ്വീപ് ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന എൽ ജേക്കബ് എന്നും സാധാരണക്കാർക്കിടയിൽ അവരിലൊരാളായിരുന്നു. അവർക്കൊപ്പമാണ് അദ്ദേഹം ചുവടുകൾ വെച്ചത്. അവരുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ച വികാരം. ഓർമ്മകളിലെന്നും പ്രസരിപ്പാർന്ന ആ മുഖവും സ്നേഹം വഴിയുന്ന ആ പെരുമാറ്റവും മറ്റുള്ളവരുടെ സഹായത്തിനും ക്ഷേമത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആ പ്രകൃതവും തെളിവാർന്നു നിൽക്കുന്നു. MLA ആയപ്പോഴും മന്ത്രിയായപ്പോഴും ജനങ്ങൾക്ക് അദ്ദേഹം സ്വന്തം ജേക്കബ് ഏട്ടനായിരുന്നു. അവകാശബോധത്തോടെയാണ് അവരദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത്, നിറഞ്ഞ ഹൃദയവായ്പോടെ. എല്ലാവരും ജേക്കബ് ഏട്ടനോട് ബഹുമാനത്തെയാണ് പെരുമാറിയിട്ടുള്ളത്, സ്നേഹത്തെയാണ് പെരുമാറിയിട്ടുള്ളത്. ആളുകളോട് ജേക്കബ് ഏട്ടൻ അങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്. നാടിൻ്റെ പുരോഗതിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത നേതാവാണ്. എറണാകുളത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി വളരെയേറെ അധ്വാനിച്ച, നേതൃത്വം നൽകിയ ഒരു നേതാവാണ്. എറണാകുളത്ത് കോൺഗ്രസിന്റെ മുഖമായി പ്രവർത്തിച്ച നേതാവാണ്. ജനങ്ങളോടൊപ്പം ജീവിക്കാൻ, ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. കൊച്ചിയും കൊച്ചിക്കാരെയും അദ്ദേഹം ഹൃദയത്തോട് ചേർത്താണ് ജീവിത അന്ത്യം വരെ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് കൊച്ചിക്കാർക്ക് ഇത്രയേറെ ജേക്കബ് ഏട്ടൻ പ്രിയപ്പെട്ടവനായി മാറിയിട്ടുള്ളത്. എൽ ജേക്കബിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ കൊച്ചി നഗരത്തെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊച്ചിക്കാരെ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തെ സ്നേഹിച്ച ജനഹൃദയങ്ങളിലൂടെ ഇവിടെ അദ്ദേഹം വർഷിച്ച ജീവിതം ഒന്ന് പുനർവായിച്ചാൽ കാലത്തിനേറ്റു പറഞ്ഞേ മതിയാകൂ സാർത്ഥകം ഈ ജീവിതം എന്ന്. കൊച്ചിയുടെ ഹൃദയത്തിൽ നിറവാർന്നു നിൽക്കുന്ന
എന്നേക്കുമുള്ള ഒരു നല്ലോർമ്മയാണ് കൊച്ചിയുടെ സ്വന്തം ജേക്കബേട്ടൻ. അലകൾ പോലെ അലലാലകൾ അലയ്ക്കുന്നുണ്ട് ചിത്തേ. അലകൾ മീതെ നടന്ന നാഥ അനുഗ്രഹിക്ക എന്നെ. പിഞ്ചു മകൻ ഞാനൻ താത അഞ്ചിടുന്നു അറിക. പുഞ്ചിരി കൊണ്ടെന്നെ വേഗം ആലിംഗനം ചെയ്യുക. അലകൾ പോലെ അലലാലകൾ അലയ്ക്കുന്നുണ്ട് ചിത്തേ. അലകൾ മീതെ നടന്ന നാഥ അനുഗ്രഹിക്ക എന്നെ. കരങ്ങൾ അങ്ങൻ സ്നേഹം അങ്ങൻ മോഹം അങ്ങൻ ദാഹം ഈശോ.